സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഉന്നത ഉദ്യോഗസ്ഥ നിയമനം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PS രതീഷ് കാളിയാടന്റെ ഭാര്യയ്ക്കാണ് ഈ വഴിവിട്ട നിയമനം. സ്ഥാനക്കയറ്റ പട്ടികയിൽ 23-ാം സ്ഥാനത്തുള്ള ദീപ KVയെയാണ് ചട്ടങ്ങൾ മറികടന്ന് ഹെഡ് ക്ലർക്കായി നിയമിച്ചത്. നിയമനത്തിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിൽ സ്ഥാനക്കയറ്റ പട്ടികയിൽ 23 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 23-ാം സ്ഥാനക്കാരിയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടന്റെ ഭാര്യ ദീപ KV. ദീപയേക്കാൾ സർവീസ് കാലയളവുള്ളവരും അർഹതപ്പെട്ട ഭിന്നശേഷി വിഭാഗക്കാരെയും പിന്തള്ളിക്കൊണ്ടാണ് ഹെഡ് ക്ലർക്ക് സ്ഥാനത്തേക്കുള്ള ദീപയ്ക്കായുള്ള വഴിവിട്ട നിയമനം. ജില്ലയ്ക്ക് പുറത്തുള്ള ജീവനക്കാരെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം നൽകിയതിനു ശേഷം മാത്രമേ സ്ഥാനക്കയറ്റം നൽകാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കെയാണ് ദീപ KVയെ 1-ാം സ്ഥാനത്തേക്ക് നിയമിച്ചത്. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് സ്പാർക്ക് മുഖാന്തരമാണ് മറ്റു ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നിയമനം നൽകുന്നത്. എന്നാൽ ദീപയുടെ കാര്യത്തിൽ നിലവിലെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. നിയമനത്തിൽ വ്യാപക പരാതിയാണ് ഭരണപക്ഷ ഉദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് പട്ടികയിലെ 23-ാം പേരുകാരിയെ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് വ്യക്തം. വിനീഷ്, ജനം, തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വിനീഷ് നൽകിയിട്ടുള്ളത്. അതായത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലാണ്, ആ ഡയറക്ടറേറ്റാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഉദ്യോഗ കയറ്റം നൽകിയിട്ടുള്ളത്. വിനീഷ് ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ള ഒരൊറ്റ പരിഗണന വെച്ചിട്ടാണോ ഇത്തരത്തിൽ ഒരു വഴിവിട്ട ഉദ്യോഗ കയറ്റം ഒരാൾക്ക് നൽകിയിരിക്കുന്നത്? എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഉദ്യോഗ കയറ്റം, അതും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളുടെ ഭാര്യയ്ക്ക്. എങ്ങനെ കാണാം ഈ വഴിവിട്ട നിയമനത്തെ വിനീഷ്? തീർച്ചയായിട്ടും വിനോദ്, നിയമവിരുദ്ധമായ ഒരു വഴിവിട്ട നിയമനം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ രതീഷ് കാളിയാടന്റെ ഭാര്യയ്ക്കാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിൽ ഇത്തരത്തിലുള്ള ഒരു നിയമനം നൽകിയിരിക്കുന്നത്. ദീപ ഈ സ്ഥാനക്കയറ്റ പട്ടികയിൽ 23-ാം സ്ഥാനത്താണ് ദീപ ഉള്ളത്. ഈ 23-ാം സ്ഥാനത്ത് നിന്നാണ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട്, എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് 23-ാം സ്ഥാനത്തുള്ള ദീപയെ 1-ാം സ്ഥാനത്താക്കി എത്തിച്ചുകൊണ്ട് ഹെഡ് ക്ലർക്കായി നിയമനം നൽകുന്നത്. ഇതിനുള്ളിൽ ഈ ഒരു ഇടപെടലിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ആ സ്ഥാനക്കയറ്റ പട്ടികയുടെ ലിസ്റ്റാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ആ ലിസ്റ്റിൽ ദീപ KVയുടെ പേരുള്ളത് 23-ാം സ്ഥാനത്താണ്. സ്ഥാനക്കയറ്റ പട്ടികയിൽ 23-ാം സ്ഥാനത്ത്. അവിടെ നിന്നും 1-ാം സ്ഥാനത്തേക്ക് ദീപക്ക് എങ്ങനെ എത്തി എന്ന സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. ഈ ഒരു സ്ഥാനക്കയറ്റ പട്ടിക നോക്കിയാൽ പോലും ഒരു സാധാരണക്കാരന് കൃത്യമായി തന്നെ മനസ്സിലാകും ദീപയുടെ സ്ഥാനം ഈ പട്ടികയിൽ എത്രാം സ്ഥാനത്താണ്. പിന്നെ എങ്ങനെ ഈ സാങ്കേതിക വകുപ്പ് ഡയറക്ടറേറ്റിൽ ഇത്തരത്തിൽ ഒരു നിയമനം നടന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ആ ദീപയുടെ ബന്ധം നമുക്ക് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ രതീഷ് കാളിയാടന്റെ ഭാര്യയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട നിയമനം നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചിരിക്കുന്നു. എല്ലാ വ്യവസ്ഥകളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്ലെങ്കിൽ 23-ാം സ്ഥാനക്കാരിയായ ഒരാളെ എങ്ങനെ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ച് തിരുവനന്തപുരത്ത് തന്നെ ഹെഡ് ക്ലർക്കായി നിയമിക്കുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിൽ എന്നതാണ് ഉയരുന്ന ചോദ്യം. കൃത്യമായി പറഞ്ഞാൽ വഴിവിട്ട നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഒരു ഏറ്റവും അടുപ്പക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു കാര്യത്തെ കാണാൻ സാധിക്കുക. കാരണം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടന്റെ ഭാര്യയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട നിയമനം സർക്കാർ നൽകിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളും രേഖകളുമാണ് ഇപ്പോൾ ജനം ടിവി പുറത്തുവിട്ടിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ഇത്തരത്തിലൊരു നിയമനം നടക്കുമ്പോൾ പ്രത്യേകിച്ചും 23-ാം സ്ഥാനക്കാരിയായ ഒരാൾ ആ പട്ടികയിൽ ഒന്നാമതായി വരുന്നു. സ്വാഭാവികമായും തലസ്ഥാനത്തെ
ഉള്ള ഒരു ഓഫീസിൽ നടന്നിരിക്കുന്ന നിയമനം. അപ്പോൾ ഈ ഇക്കാര്യത്തിൽ കൃത്യമായ പരാതികൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടോ? പ്രത്യേകിച്ചും വിനീഷ് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും ഭരണകക്ഷിയിൽപ്പെട്ട യൂണിയന് പോലും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. ഇത് നിയമപരമായ ഒരു എതിർപ്പിന് അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലേക്ക് വരെ എത്താൻ പറ്റുന്ന ഒരു ചട്ടലംഘനമല്ലേ നടന്നിട്ടുള്ളത് വിനീഷ്? തീർച്ചയായിട്ടും കോടതിയുടെ മുന്നിൽ വരെ എത്തി അത് കേസ് ഫയൽ ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു ചട്ടലംഘനം തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടന്റെ ഭാര്യയുടെ നിയമനമായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് പോലും അത്തരത്തിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു ഭയം ആണ് നിലനിൽക്കുന്നത്. കാരണം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥർക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തന്നെ ഒരു പക്ഷേ ഉള്ള നടപടി കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാരും തന്നെ ഇത്തരത്തിൽ വഴിവിട്ട ഒരു നിയമനം നൽകിയിട്ടും ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല, കോടതിയെ സമീപിക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഈ ഭരണപക്ഷ പാർട്ടിയിലെ അംഗങ്ങളായ യൂണിയന്റെ അംഗങ്ങളായ ഉദ്യോഗസ്ഥർ പോലും ഇതിനെതിരെ ശക്തമായ അമർഷം തന്നെയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. കാരണം ഒരു വഴിവിട്ട നിയമനം ഈ സ്ഥാനക്കയറ്റ പട്ടികയിൽ 23-ാം സ്ഥാനക്കാരിയാണ് ദീപ എന്നിരിക്കെ ദീപയെ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ച് ക്ലർക്കായി നിയമനം നൽകുമ്പോൾ ഇതിൽ കൃത്യമായി നമുക്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാകും അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകൾ പരിശോധിക്കുമ്പോഴാണ് ദീപയുടെ ബന്ധം നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ദീപയുടെ ബന്ധം മനസ്സിലാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ രതീഷ് കാളിയാടന്റെ ഭാര്യയ്ക്കാണ് നിയമനം നൽകുന്നത്. അപ്പോൾ എല്ലാം വ്യക്തമാണ്. കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനം നൽകിയിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും നിയമങ്ങളും നിയമവ്യവസ്ഥകളും എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഇടപാട് തന്നെയാണ് ഈ ഒരു നിയമനത്തിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദ്യോഗസ്ഥർക്ക് ഭയമാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ ആരും തന്നെ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം. ഉദ്യോഗസ്ഥർ പരസ്പരം ഈ വിഷയത്തിൽ ഭരണപക്ഷയിലുള്ള യൂണിയൻ അംഗങ്ങൾ പോലും പരസ്പരം ഈ വിഷയത്തിൽ അമർഷം കാണിക്കുന്നെങ്കിൽ പോലും അവർക്ക് അത് ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അവർക്കില്ല. അത് ഭയപ്പാടാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് താൻ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി വരുമോ എന്ന ഭയപ്പാടാണ് നിലനിൽക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു ചട്ടലംഘനം എന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ വികലാംഗർക്കും മറ്റു സംവരണ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ആദ്യം നിയമനം നൽകണമെന്ന ഒരു ക്ലോസ് നിലനിൽക്കുന്നുണ്ട്. ഈ നിയമവ്യവസ്ഥകളെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് ഇത്തരത്തിൽ എല്ലാ ചട്ടങ്ങളും മറികടന്നുള്ള സ്ഥാനക്കയറ്റമാണ് നൽകിയിട്ടുള്ളത്. വിനീഷ് നേരത്തെ പറഞ്ഞു ഭരണകക്ഷിയിലുള്ളവർക്ക് അമർശമുണ്ട്, പക്ഷേ പരസ്യമായി അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. കാരണം ഭയമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഭാര്യയുടെ നിയമനത്തിലാണ് ഇപ്പോൾ ഈ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഭരണകക്ഷി യൂണിയനിൽപ്പെട്ടവർക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, ഭയമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ യൂണിയനുകളും സംസ്ഥാനത്ത് ശക്തമാണല്ലോ. UDF-ൻ്റേത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റേത് അല്ലെങ്കിൽ NGO സംഘ് അല്ലെങ്കിൽ ഫെറ്റോയെ പോലുള്ള സംഘടനകൾ അവർ ഇക്കാര്യത്തിൽ പരസ്യമായി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ വിനീഷ്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പ്രതിപക്ഷ സംഘടനകളുടെ യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതിപക്ഷ സംഘടനകൾക്കും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ വാർത്ത അല്ലെങ്കിൽ ഈ രേഖ പുറത്തുവിടുമ്പോഴാണ് ഈ വിഷയം പുറം ലോകം തന്നെ അറിയുന്നത്. അത്രയ്ക്ക് രഹസ്യമായി തന്നെയായിരുന്നു ഈ ഒരു നിയമനം നടന്നിരുന്നത്. ഈ നിയമനത്തിന്റെ രേഖ നമ്മൾ കണ്ടെത്താൻ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ട വന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായി കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു വിഷയം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് നിയമനം നൽകി പട്ടിക ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനപ്പുറം ഈ ലിസ്റ്റ് പൊതുസമൂഹത്തിൽ പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി തന്നെയാണ് ഈ ഒരു നിയമനം നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ദീപ എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന ഒരു
നിയമനം നേടേണ്ട ആളാണ്. ഹെഡ് ക്ലർക്കായി നിയമനം അവർക്ക് നൽകുന്നതിൽ അവർക്ക് മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ഒരു ഈ സ്ഥാനക്കയറ്റ പട്ടികയിൽ ഇവർ അവരുടെ സ്ഥാനം അവസാനത്താണ്. ആ അവസാന പട്ടികയിൽ നിന്ന് ഒന്നാമതെത്തിയതാണ്. നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹെഡ് ക്ലർക്കായി അവർക്ക് നിയമനം നൽകിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഒരു വിഷയം ഭരണപക്ഷ യൂണിയനിലുള്ള അംഗങ്ങൾ തന്നെ, ഉദ്യോഗസ്ഥർ തന്നെ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥർ ഉന്നത CPM നേതാക്കളെ തന്നെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാടാണ് ഉന്നത CPM നേതാക്കൾ പോലും കൈക്കൊണ്ടത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും പ്രതിപക്ഷ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്.